പാട്ടുകൾ കണ്ടെത്താനും യൂട്യൂബ് മതി. അതായത് നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ യൂട്യൂബിൽ അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ ഉപകാരപ്രദമായ യൂട്യൂബിൻ്റെ തന്നെ ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പ്രത്യേകിച്ച് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഈ ഓപ്ഷൻ ഉപകാരപ്പെടുന്നത്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും നിന്നിട്ട് നിങ്ങളൊരു പാട്ട് കേട്ടു, അത് ഏത് പാട്ടാണെന്നറിയില്ല, അത് ഏത് സിനിമയിലുള്ള പാട്ടാണെന്നറിയില്ല, അത് പാടിയത് ആരാണെന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ആ പാട്ട് നമുക്ക് കണ്ടുപിടിക്കണം, ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഇതിനു മുന്നേ ഗൂഗിളിൽ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്നാലും ഗൂഗിളിനേക്കാളും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ആപ്പാണല്ലോ യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിലും ഇതുപോലെ നിങ്ങൾക്ക് അറിഞ്ഞുവിടാത്ത പാട്ട്, സിനിമ അറിയാത്ത പാട്ട് അറിഞ്ഞുവിടെങ്കിലും സിനിമ അറിഞ്ഞുവിടെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച പാട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ബെല്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ സൗണ്ട് കുറച്ച് വയ്ക്കുകയാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല. അവിടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ആ സമയം നോക്കി വോയിസ് ഓവർ കൊടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കൊടുക്കാണ്ട ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇവിടെ വോയിസ് ബട്ടണിലാണ് ആദ്യമായി കിടക്കുന്നത്. മൈക്രോഫോണൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഇവിടെ ഈണം വെച്ചോണ്ട്, അതായത് പാട്ടറിയില്ല, സിനിമ അറിയില്ല, ആ പാട്ട് പാടിയത് ആരാണെന്നറിയില്ല. പക്ഷെ ഗൂഗിളിനെ പോലെ തന്നെ ഈണം വെച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ അകത്തും ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അറിഞ്ഞൂടാത്ത പാട്ടുകൾ, പാട്ട് ഏതാണെന്നറിയില്ലെങ്കിലും സിനിമ ഏതാണെന്നറിയില്ലെങ്കിലും ഈണം വെച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പാട്ട് കണ്ടുപിടിക്കാൻ യൂട്യൂബിന് തന്നെ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ വോയിസ് എന്ന ഭാഗത്തിലായിരിക്കും നമ്മൾ മൈക്രോഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിടക്കുക. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോങ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയി കിട്ടുക. ഇനി നിങ്ങൾക്ക് ഏത് പാട്ടാണോ കണ്ടുപിടിക്കേണ്ടത്, അതായത് നിങ്ങൾക്ക് പാട്ടറിയില്ലെങ്കിലും സിനിമ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഏത് പാട്ടാണോ കണ്ടുപിടിക്കേണ്ടത് ആ പാട്ടിൻ്റെ ഈണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതുപോലെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഇവിടെ സോങ് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ സോങ് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൈക്ക് ഓപ്പൺ ആയി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഈണം അറിയാനുള്ള പാട്ടാണെങ്കിൽ ഈണം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വരി അറിയാമെങ്കിൽ വരി പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സിനിമ അറിയാമെങ്കിൽ സിനിമയും പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് എക്സാമ്പിളായിട്ട് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല, ഞാൻ അതിൻ്റെ ഈണം മാത്രം ഒന്ന് ചൊല്ലിക്കൊടുക്കാൻ പോവുകയാണ്. ഞാൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ടിൻ്റെ ഈണം ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈണം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ട് കാണുമെന്നറിയില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഞാൻ ഈ പാട്ടിൻ്റെ ഈണമാണ് കൊടുത്തത്. മിൻസാര കണ്ണ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഈ പാട്ടിൻ്റെ ഈണമാണ് കൊടുത്തത്. എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് പാട്ടറിയില്ലെങ്കിലും, പാട്ടിൻ്റെ സിനിമ ഏതാണെന്നറിയില്ല, പാട്ട് പാടിയത് ആരാണെന്നറിയില്ല, ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിനെ പോലെ തന്നെ ഈണം വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബിൻ്റെ സഹായത്തോടെ ഈണം വെച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പാട്ടുകൾ ഈണം വെച്ച് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് മൂളി കൊടുത്താൽ മതി. നിങ്ങൾക്കിതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പാട്ട് ഏതാണോ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. പിന്നെ ഇത് നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഈണം വെച്ച് പറയുകയാണെങ്കിൽ, എന്ത് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ
കഴിയുന്നത് നല്ല നെറ്റ്വർക്കുള്ള സ്ഥലത്തിരിക്കുമെങ്കിൽ മാത്രമേ ഇത് ഈ ഓപ്ഷൻ കറക്റ്റായി പ്രവർത്തിക്കുകയുള്ളൂ. ഗൂഗിളിനെ പോലെ തന്നെ കറക്റ്റായി പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അറിഞ്ഞൂടാത്ത പാട്ടുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ സിനിമ അറിയില്ല, അത് പാടിയതാരാണെന്ന് അറിയില്ലെങ്കിലും ഈണം വെച്ച് ഗൂഗിളിനെ പോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബെൽ ബട്ടണും അതായത് ബെല്ലേക്കണം അവിടെ കാണാൻ സാധിക്കും. രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനിലേക്ക് എത്തും. പിന്നെ ഗൂഗിളിൽ എങ്ങനെയാണ് ഇങ്ങനെ ഈണം വെച്ച് പാട്ട് കണ്ടുപിടിക്കാനുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഏറ്റവും അവസാനം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ, അതായത് ഗൂഗിൾ ഉപയോഗിച്ച് ഇങ്ങനെ ഈണം വെച്ച് പാട്ട് കണ്ടുപിടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.